ഇപ്പോൾ ഉള്ളിലേക്ക് അങ്ങനെ വാട്ടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. ഇതിലേക്ക് നമുക്ക് ഇതിലേക്കുള്ള ഈ മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. സാധാരണ നമ്മളെ കപ്സല്ലേ, കോഴി കപ്സ്, ഇറച്ചി കപ്സൊക്കെ വെക്കണ മോഡൽ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാണ്ട് മുട്ട കപ്സ് ആക്കി വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വെച്ചിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറയുന്നത് മുട്ട കപ്സ് ഉണ്ടാക്കണം, പിന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചോറും കൂട്ടാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ പറയുമ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഉള്ളിയൊക്കെ വാടിയും കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ അത് വാങ്ങണ സമയത്ത് ഇത് 2 ഉണ്ടാവരുത്. ഇത് ഓരോന്ന് കപ്സിന്റെ പൊടിയാട്ടത്. ഈ ചോറക്ക് പാകത്ത് കഴിക്കാറുണ്ടത്. അപ്പം മൊത്തത്തിൽ ഞാനെടുത്ത് ഇനി ബാക്കിയാക്കി വെച്ചാൽ ഇപ്പോഴൊന്നും ഉണ്ടാക്കൂല, പ്ലേഗിൽ. അപ്പോൾ ഇതൊക്കെ കേടുവരും. അപ്പോൾ പിന്നെ മൊത്തം ഇട്ട് കൊടുത്താൽ ആ ചോയി മണക്കുണ്ടാവും ചെയ്യും. അതിൻ്റെ അതൊക്കെ കുറച്ചവിടെ ബാക്കിയാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും കഴിക്കാറുണ്ടാക്കുക. ഇന്നിപ്പം ഇതൊന്നും ഉണ്ടാക്കൂലല്ലോ. ഇതേപോലെ എപ്പോഴെങ്കിലൊക്കെ തോന്നുമ്പോഴല്ലേ ഉണ്ടാക്കുള്ളൂ. സ്കൂളുണ്ടായ ഇന്നത്തെ പരിപാടിക്ക് നിൽക്കുന്നില്ല. അപ്പം നേരം പെടുത്ത ഇതൊക്കെ പോയി കഴിക്കാറ്. തക്കാളി സോസ് നമ്മൾ ചുട്ടി കണ്ടിട്ടില്ല, കണ്ടക്കാണെങ്കിൽ ഇതെടുത്ത് പോകും. കുറച്ചും കൂടി തക്കാളി സോസ് വീട്ടിൽ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏകദേശം കഴിക്കുന്നു കേട്ടോ. സ്കൂളിൽ ഇപ്പോൾ 2-3 ദിവസം ഇല്ലാത്തതുകൊണ്ടേ കറിയിലെത്തിക്കണം. കപ്സാകുമ്പോൾ ഞാൻ തക്കാളി സോസ് ലേശം ആക്കി കൊടുക്കും. മുട്ട അവിടെ ഞാൻ തീങ്ങിച്ചു കേട്ടോ. നമുക്ക് ചൂടാറും ഇത് വളർത്തുന്ന ഒഴിവാക്കാം. കുറച്ചേരം ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തോലത് പൊളിച്ചാൻ കിട്ടുള്ളൂ. ഓയ് അത് കുട്ടി വലുതാവണം. മക്കളെ കുപ്പായ വലിയ കുപ്പായല്ലേ, അപ്പൊ ഞാൻ പാത്തച്ചതാ. ഇനി 1-ാം ക്ലാസ്സിലൊക്കെ എത്തപ്പെടാനാവുള്ളൂ. അത് എന്താ ചോദിച്ചത് അറിയോ? കുപ്പായം കേട്ടോ, ഒരു മിടിക്കുള്ള കുപ്പായം. അത് കുറച്ച് മുന്നേ കൊണ്ടുവന്നതേനു. ഓക്കിപ്പോഴും വലിപ്പം ഭാഗമായിട്ടില്ല. ഓളിപ്പോൾ ഇങ്ങനെ തട്ടോടൊക്കെ മടക്കി വെക്കാറ് കുട്ടികളെ. അപ്പോൾ ഓളതിൽ കണ്ട് അപ്പോൾ വലിപ്പം ആവാത്തതെന്ന് ചോദിച്ചാണ്. കുറച്ചും കൂടി വലിപ്പമാണോ അപ്പോഴിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 1 കിലോ ബസുമതി അരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കപ്സ് ഉണ്ടാക്കുന്നത്. അത് വേവിച്ചാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനൊന്നും അങ്ങോട്ട് തിളപ്പിച്ചെടുത്താണ്ടേക്കാണ് പാർന്ന് കൊടുത്താണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിന് കേട്ടോ. അത് ഞാൻ വീഡിയോ പെട്ടിണെന്നാ കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതേതായാലും വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ മുട്ടൊക്കെ ഞാനിതാ തൊലി കഴിഞ്ഞെടുത്താണ്ട് ഇനി അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നമുക്ക് ഈ വെള്ളത്തേക്ക് മുട്ട വെക്കാം. ഓടിയൊന്നുമില്ല, പീങ്ങിയ മുട്ടല്ലേ. പിന്നെ ഒരു സാധനം ഇട്ട് കൊടുത്തില്ലേ, നമ്മുടെ നാരങ്ങ, നാരങ്ങ. ഒക്കെ പാകാട്ടോ. നമ്മളെ കഴുകി വെച്ച അരി ഇതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിട്ട് കൊടുത്താൽ നമുക്കിത് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ഇനി കുക്കർ നമുക്കാണ് മൂടി വെക്കുക. 2 വിസിലടിച്ചാൽ നമ്മളെ മുട്ട കപ്സ് റെഡി ആയിട്ടോ. ഈ കോഴി പൊരിച്ച കപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ ഫസ്റ്റ് ഞാൻ ചാനൽ തുടങ്ങിയ ആ ഉടനെ വിട്ടു കേട്ടോ. അപ്പം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണ്ടേ, അടിപൊളിയാണ്.
അതേപോലൊക്കെ തന്നെയാണ് ഈ മുട്ട കപ്സ് ഉണ്ടാക്കുന്നത്. പൊരിച്ചാണ് മുട്ട പൊരിച്ചാതെ കോഴിൻ്റെ പകരം മുട്ടയാണ്. മുട്ട പിഴിഞ്ഞ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഓ സോസ് പുള്ളിച്ച് തിന്ന് കഴിച്ചില്ലേ? സോസ് അങ്ങനെ തിന്നാൻ പാടില്ല. ഇതല്ല മുട്ട കപ്സമാണോ പറഞ്ഞ് കുക്കർ ഉണ്ടാക്കും കേട്ടോ. പോരെ മതി ഇത് കഴിഞ്ഞ് അപ്പം ഇതാക്കണം മക്കളെ. കുക്കർ 2 വിസിലുണ്ട് അടുപ്പിച്ചപ്പോൾ തന്നെ നമ്മളെ കപ്സ് ഇവിടെ റെഡിയാക്കി ഇട്ടിന് കേട്ടോ. നമ്മൾ അരി വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടൊന്നും ഇല്ലേന് കേട്ടോ. നമ്മൾ ഉണ്ടെന്ന അരി കഴിക്കാണ്ട് ആ വെള്ളം തളിച്ചപ്പോൾ കണ്ടിട്ട് കൊടുത്താണ്ട് കുക്കറാണ് മൂടി വെച്ചാണ്ട് 2 വിസിലുണ്ട് അടുപ്പിച്ച് അത്രയും ചെയ്തിട്ടുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളത്തിലൊക്കെ അരമണിക്കൂറൊക്കെ ഇട്ട് വെക്കേണ്ടി വരും. എന്നാലേ അതൊന്ന് പെട്ടെന്ന് വന്നിട്ടുള്ളൂ. മറ്റേത് തിളപ്പിച്ച് വേവിച്ചണ്ടേ. അങ്ങനെ ചോറൊക്കെ ആയതിൻ്റെ ശേഷം പിന്നെ ഞാൻ നെറുക്കം അങ്ങോട്ട് പോയി നോക്കി. കുട്ടികളത് അവിടെ കുറേ ഡ്രസ്സൊക്കെ തിരുമ്പിയതും മഴയില്ലേന് കുറേ ഉണങ്ങിയതൊക്കെ ഉണ്ടായിനി. ഒക്കെ മടക്കി വെച്ചിട്ടൊന്നും ഇല്ല. അതൊക്കെ ഓരോട് ഞാൻ മടക്കി വെക്കാൻ വേണ്ടി ഓരോ അങ്ങോട്ട് ഏൽപ്പിച്ചാണ്ടേ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി നിന്നൊക്കെയാണ്. അങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞാൽ ഞാനൊന്ന് നെറുക്കൊന്ന് പോയി നോക്കിയതാ. അവർക്ക് എന്താ പണിയെന്നൊക്കെ നോക്കാൻ വേണ്ടി. ചിലപ്പോൾ മടക്കി വെക്കും, ചിലപ്പോൾ അവിടെ കളിച്ചു തീർക്കും. അപ്പോൾ ഏതായാലും കുറേയൊക്കെ മടക്കി വെച്ചെന്ന്. ബാക്കി പിന്നെ കുറച്ചൊക്കെ ഉണ്ടായിനി, അത് ഞാനും അവിടെ മടക്കി വെച്ച്. നിങ്ങൾക്ക് എന്താ പണി? വാർത്തയ്ക്ക് ടിവിൻ്റെ കേബിളൊന്നും റെഡി ആയില്ല. എന്നാ കഴിച്ചോളൂ.